പ്രഭയം കൊണ്ട് ഡോക്ടറാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത്. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് അവളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുന്നുണ്ട് പ്രഭയുടെ യൂട്രസ് വീക്കാണ്, അതിൻ്റേതാണ്, പേടിക്കാനൊന്നുമില്ല, മരുന്നും എക്സസൈസും കൊണ്ടും ഒക്കെ ഇത് മാറ്റിയെടുക്കാമെന്ന്. നല്ല രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമെന്ന് പറയും. പ്രഭയ്ക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും തൈറോയിഡും എല്ലാം ഉണ്ട്, നല്ലപോലെ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. പ്രഭ ചോദിക്കും എക്സസൈസ് ഒക്കെ ചെയ്യണോ, മരുന്ന് കഴിച്ചാൽ പോരെയെന്ന്. ഡോക്ടർ പറയും പറ്റില്ല, എക്സസൈസ് തന്നെ ചെയ്യണമെന്ന്. പ്രഭ ചോദിക്കും ഇതുകൊണ്ടൊക്കെ എൻ്റെ യൂട്രസിൻ്റെ പ്രശ്നം ശരിയാവുമെന്ന് ഉറപ്പാണോ എന്ന്. ഡോക്ടർ പറയും അതൊക്കെ മാറിക്കോളും, ശരിയായിക്കോളും എന്ന്. എത്ര നാൾ വേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു 2 വർഷം വേണ്ടി വരുമെന്ന്. അത് പ്രഭയ്ക്കും അരവിന്ദനും ഞെട്ടൽ തന്നെയാണ്. കാരണം എത്രയും വേഗം പ്രഗ്നൻ്റ് ആയാലല്ലേ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടത്തുള്ളൂ. പ്രഭ ഞെട്ടലോടെ ചോദിക്കും അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ 2 വർഷം കഴിയുമെന്ന്. ഡോക്ടർ പറയും അതെ, ഒരു 2 വർഷം വരെ ഒരു കുഞ്ഞിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പല ടെസ്റ്റുകളും ചെയ്യണം, എല്ലാം ഓക്കെ ആണെങ്കിൽ അന്നേരം കുഞ്ഞിനെ പറ്റി ആലോചിക്കാമെന്ന്. അതവർക്ക് സങ്കടവും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നീട് അരവിന്ദും പ്രഭയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലുള്ളവരോട് കാര്യങ്ങൾ പറയണ്ടെന്നാണ് അരവിന്ദ് പറയുന്നത്. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വരുമ്പം ജാനിയും ചിത്രയും അഞ്ജലിയും എല്ലാം അവിടെ ഉണ്ട്. ആശുപത്രിയിലെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും പ്രഭ പറയും BP യാണ് തലകറക്കം വന്നത്, കുഴപ്പമൊന്നുമില്ലാന്ന്. മുത്തശ്ശി പറയും അതെങ്ങനെയാണ്, നീ ഏത് സമയം കട്ടിലിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്കൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യണം, അപ്പോൾ എല്ലാം ശരിയായിക്കോളൂ എന്ന്. അഞ്ജലി ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുഖത്ത് എന്താ ആകെ ഒരു ടെൻഷൻ പോലെ. അവർ പറയും ഒന്നുമില്ല എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകും. മുത്തശ്ശി ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നതിന്. ചിത്ര പറയും പ്രകാശ് നോക്കിയിട്ട് പറഞ്ഞാണല്ലോ കുഴപ്പമൊന്നുമില്ല, പിന്നെ പൾസ് കുറവായതുകൊണ്ടാണ് അവൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത്. അഞ്ജലി പറയും എന്താണേലും പോയത് നന്നായില്ലേ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായില്ലേ. അഞ്ജലി മുറിയിലേക്ക് ചെല്ലുമ്പോൾ മനു ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജലി സങ്കടത്തോടെ ചെന്ന് കട്ടിലേക്ക് ഇരിക്കും. എന്ത് പറ്റിയെന്ന് മനു ചോദിക്കുമ്പോൾ അഞ്ജലി പറയും മനുട്ടൻ ഇന്ന് പോവണ്ടെന്ന് കരുതി ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട്. മനു പറയും അതിനെന്താ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് പോകാമല്ലോ എന്ന്. അതിന് നേരത്തെ വരുമെന്ന് ചോദിക്കുമ്പോൾ മനു പറയും നോക്കാം, നേരത്തെ വന്നാൽ നമുക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന്. അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാവും. ആ സമയം സേവിയർ അവനെ ഫോൺ ചെയ്യുന്നുണ്ട് ഓഫീസിലേക്ക് വേഗം വരാൻ പറഞ്ഞിട്ട്. മനു കോള് കട്ട് ചെയ്ത് പോകാൻ തുടങ്ങും. അതിനു മുമ്പ് അഞ്ജലിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ സൂര്യ അവരുടെ മുറിയുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് സൂര്യ തറഞ്ഞു നിൽക്കും. അഞ്ജലിയും തിരികെ മനുവിന് ഉമ്മ കൊടുക്കും. സൂര്യയുടെ നെഞ്ച് തകരുന്ന കാഴ്ചയായിരുന്നു അത്. സൂര്യ ദേഷ്യത്തോടെ അവന്റെ മുറിയിലേക്ക് പോകും. മനു അഞ്ജലിയോട് യാത്ര പറഞ്ഞു ഓഫീസിലേക്കും. സൂര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അഞ്ജലി, അധികം നാള് മനുവിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് മനുവിനെ ഞാൻ എടുത്ത് മാറ്റും. അതിനി മനുവിന്റെ മരണത്തിലൂടെയാണെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും അഞ്ജലിയെ ഞാൻ നോവിക്കില്ല, പക്ഷെ അവനെ ഞാൻ നോവിക്കും. അതുപോലെയുള്ള രംഗങ്ങളാ ഞാനിപ്പം കാണുന്നത്. അഞ്ജലി മനുവിന്റെ ഭാര്യയൊക്കെ തന്നെയാ, പക്ഷെ ഒരിക്കൽ അവൾ എന്നെ ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണാ. അതുകൊണ്ട് തന്നെ മനു അവളെ സ്പർശിക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. നീ നോക്കിക്കോ അഞ്ജലി, നിന്നെയും മനുവിനെയും ഞാൻ 2 വഴിക്കാക്കി മാറ്റും. സൂര്യ പകയോടെ അതിന് വേണ്ടത് ആലോചിക്കുന്നുണ്ട്. അഞ്ജലി അടുക്കളയിൽ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം അവളുടെ അച്ഛൻ ഫോൺ ചെയ്യും. അച്ഛനോട് കുറെ നേരം അവൾ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും യാമിനി അങ്ങോട്ട് വരും. അഞ്ജലി ബിസിയാണോ എന്നും ചോദിച്ച്. അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. എന്താ ചിറ്റിയെന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയും വീട്ടിൽ നിന്ന് അമ്മ അനീതി എല്ലാം വരുന്നുണ്ട്, അവർക്ക് വേണ്ട സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, നല്ല ടേസ്റ്റോടു കൂടി തന്നെ ഉണ്ടാക്കണം. അഞ്ജലി ചോദിക്കും എന്താ ഉണ്ടാക്കേണ്ടത്. യാമിനി പറയും എന്താണേലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം. നോൺ വെജ് എന്തെങ്കിലും വേണോ. യാമിനി പറയും അത് നിർബന്ധമില്ല, വെജ് ആണെങ്കിലും മതി, പക്ഷേ കുറ്റം പറയുന്നൊന്നും ആയിരിക്കില്ല. വേഗം എന്നാൽ പണി തുടങ്ങിക്കോ, എനിക്ക് പാചകം അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അഞ്ജലി ഏൽപ്പിക്കുന്നത്. പിന്നെ ഫോൺ ചെയ്ത് നിന്ന് സമയം കളയരുത് കേട്ടോ, വേഗം ഉണ്ടാക്കിക്കോണം, അവരിപ്പം ഇങ്ങനെ എത്തും. ശരിയെന്ന് അഞ്ജലി പറയും. യാമിനി അവിടെ നിന്ന് ഇറങ്ങുമ്പം ചിത്രയെ അടുക്കളയിലേക്ക് വരും. ആ ഏട്ടത്തിന്നൊക്കെ വിളിച്ചിട്ടാണ് യാമിനി പോകുന്നത്. എന്താ മോളെ കാര്യം ചിത്ര ചോദിക്കുമ്പോൾ അഞ്ജലി പറയും യാമിനി ചിത്രയുടെ വീട്ടിൽ നിന്ന് അമ്മ അനീതി എല്ലാം വരുന്നുണ്ട്, അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. ഞാനും കൂടാന്ന് ചിത്ര പറയുമ്പോൾ അഞ്ജലി പറയും വേണ്ടമ്മേ, ചപ്പാത്തിയും കറി ഉണ്ടാക്കാം. യാമിനിച്ചിയുടെ അമ്മയ്ക്ക് ചപ്പാത്തി അല്ലേ ഇഷ്ടം, എന്നാൽ മോള് ചപ്പാത്തി ഉണ്ടാക്കിക്കോ, ഞാൻ കറി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അഞ്ജലി സമ്മതിക്കത്തില്ല, ഞാൻ ചെയ്തോളാന്ന് പറയും. എന്നാൽ ശരി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് ചിത്ര പോകും. സൂര്യ അവനും അഞ്ജലി ഒത്തുള്ള ഫോട്ടോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അഞ്ജലി അങ്ങോട്ടൊരു കോഫി ആയിട്ട് വരും. സൂര്യ പെട്ടെന്ന് തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. ഇതെന്താ ഈ സമയത്ത് ഒരു കോഫി എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയും മുത്തശ്ശിക്ക് കോഫി വേണമെന്ന് പറഞ്ഞു, അന്നേരം ഒരെണ്ണം പ്രകാശിനും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന്. സൂര്യ അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അഞ്ജലി ചോദിക്കും ഇന്നല്ലേ വിപിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പ്രകാശ് പോകുന്നെന്ന് പറഞ്ഞത്, എന്നിട്ട് എന്താ പോവാത്തത്. അവൻ പറയും എനിക്കെന്തോ പോവാനൊരു മൂഡ് തോന്നിയില്ല. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലാ. അഞ്ജലി പറയും അതുകൊണ്ടല്ലേ പ്രകാശിനോട് ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞത്.
സൂര്യ പറയും അതിനുള്ള മറുപടി ഞാൻ പലവട്ടം തന്നു കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ നീ ഉള്ളപ്പം മറ്റൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയാക്കാൻ പറ്റില്ല. അഞ്ജലി പറയും ദേ പ്രകാശ്, ഈ വർത്തമാനത്തിന് നല്ല അടിയാ തരേണ്ടത്. അവൻ പറയും തല്ലിക്കോ, നീ എന്നെ എത്ര വേണേലും തല്ലിക്കോ, പക്ഷെ അതൊന്നും നീ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച അത്രേ ആവില്ല. അഞ്ജലി പറയും ഞാൻ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. അവൻ പറയും ഇല്ല, എൻ്റെ മനസ്സിലെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. അഞ്ജലി പറയും നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കും സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. സൂര്യ പറയും അങ്ങനെയാണെങ്കിൽ അഞ്ജലി ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട, വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അഞ്ജലി ഇനി എന്ത് പറഞ്ഞാലും എൻ്റെ ഈ നിലപാടിന് മാറ്റം ഉണ്ടാവില്ല. അവള് പറയും പ്രകാശ്, ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഭാര്യ, എനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല. സൂര്യ പറയും നീ വരണ്ട, പക്ഷെ എനിക്ക് ആ ഓർമ്മയിൽ ജീവിക്കാലോ. അങ്ങനെ ഞാൻ ജീവിച്ചോളാം എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ. അഞ്ജലിക്ക് ആകെ നിരാശ തോന്നും. ആ നിരാശയോടെ തന്നെയാണ് അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് യാമിനിയുടെ അമ്മ വിനോദിനിയും സഹോദരിയും കൂടി അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പുറമേന്ന് വീട് കാണുമ്പോൾ അനിയത്തി പറയുന്നുണ്ട് കൊള്ളാലോ അമ്മേ, വലിയ സെറ്റപ്പ് ആണല്ലോ. വിനോദിനി പറയും അതെ മോളെ, വലിയ കാശുകാരാ, അതുകൊണ്ടല്ലേ നിന്റെ ചേച്ചി നന്ദനെ കറക്കി എടുത്തത്. പിന്നെ നീ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അറിയാതെ പോലും നമ്മളുടെ വീട് മാടപ്പുരയാന്ന് പറയരുതേ, വലിയ കൊട്ടാരാന്നേ പറയാവുള്ളൂ. അങ്ങനെയൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത്. ആ ശരിയെന്ന് അനിയത്തി പറയും. ഈ സമയം ജാനി സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട്. വിനോദിനി അവളോട് പറയുന്നുണ്ട് നന്ദന്റെ അമ്മയാണ്. ജാനി ചിത്രയെ ഇങ്ങ് വന്നേ, ഇത് ആരൊക്കെയാ വന്നേക്കുന്നേ നോക്കിയെന്ന് വിളിച്ചു പറയും. എന്നിട്ട് അവരോട് അകത്തേക്ക് കയറി വരാൻ പറയും. ചിരിയോടെ തന്നെ രണ്ടുപേരും സിറ്റൗട്ടിലേക്ക് വരും. വിനോദിനി പറയും അന്ന് വന്നപ്പം ഇവളെ കൊണ്ടുവരാത്തത് എന്താന്ന് ചോദിച്ചില്ലേ, ദേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് യാമിനിയുടെ ഒരേ ഒരു അനിയത്തി മൈഥിലി. മോള് ഫാഷൻ ഡിസൈനർ ആണല്ലേ? ജാനി ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. ആ വിനോദിനി പറഞ്ഞായിരുന്നു എന്ന് ജാനി പറയും. ആ സമയം നന്ദനിയും യാമിയും കൂടി അങ്ങോട്ട് വരും. യാമിനി സന്തോഷത്തോടെ വിനോദിനിയും മൈഥിലിയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ അമ്മേ ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നത്? വിനോദിനി പറയും ബന്ധുക്കളുടെ വീട്ടിലേക്ക് വരുമ്പോ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? തോന്നുമ്പം വരണം, എനിക്ക് വരാൻ തോന്നി ഞാൻ വന്നു, കൂടെ ഇവളെയും കൂട്ടി. നന്ദൻ ചോദിക്കും അല്ല ഇന്ന് മൈഥിലിക്ക് ക്ലാസ് ഇല്ലേ? അവള് പറയും ഇല്ല, കുറച്ചു ദിവസം ലീവാ. നന്ദൻ പറയും എന്നാ ഇനി ക്ലാസ് തുടങ്ങുന്നവരെ മൈഥിലി ഇവിടെ നിന്നോ? വിനോദിനി പറയും ആ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാ ഇവള് വന്നേക്കുന്നത്. നന്ദൻ പറയും എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്കൊന്ന് ഓഫീസ് വരെ പോണം. ജാനി ചോദിക്കും നിനക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ? നന്ദൻ പറയും അയ്യോ അത് പറ്റില്ല അമ്മേ. യാമിനി പറയും നന്ദൂസ് പോയിട്ട് വാ. നന്ദൻ പറയും യാമിനിയുടെ അമ്മയും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണേ. അവര് പറയും അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് പോണം, ഇവളിവിടെ നിൽക്കും. അന്നേരം നന്ദന് സേവ്യറിന്റെ കോള് വരും. നന്ദൻ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം ഇറങ്ങുക, 10 മിനിറ്റിനകം എത്തുമെന്ന് പറയും. എന്നാൽ ശരി പോയിട്ട് വരാമെന്നും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങും. ആ സമയം ചിത്ര അങ്ങോട്ട് വരും. മൈഥിലിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറും. യാമിനിയും വിനോദിനിയും മൈഥിലിയും കൂടി മുമ്പേ പോകുമ്പോൾ ചിത്ര ജാനിയോട് പറയും മൈഥിലിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അമ്മേ? അതേന്ന് ജാനിയും പറയും ഞാനൊരു കാര്യം പറയട്ടെ? എന്നിട്ട് ചിത്ര പറയും അല്ല വേണ്ട ഞാൻ പറയുന്നില്ല. ജാനി പറയും എന്താന്ന് വെച്ചാൽ നീ പറ. പിന്നെ പറയാന്ന് പറഞ്ഞ് ചിത്ര അകത്തേക്ക് കയറി പോകും. മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട് എന്നാലും എന്തായിരിക്കും ചിത്ര പറയാൻ വന്നത്? മിക്കപ്പോഴും മൈഥിലിയെ പ്രകാശിന് വേണ്ടി ആലോചിക്കാന്നായിരിക്കും. അവളും പ്രകാശിനെ കാണുമ്പോൾ അവന്റെ പുറകെ കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.